എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിക്കുന്നവരെ ഒക്കെയും ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 61:1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ. യഹൂദന്മാരുടെ ഇടയിൽ ചില നിയമങ്ങളും ന്യായപ്രമാണങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് ഒരു സ്വതന്ത്ര വർഷം ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു. 6 ദിവസം ജോലി ചെയ്താൽ 7-ാം ദിവസം അവർക്ക് വിശ്രമമാണ്. ആ ദിവസം അവർക്ക് ശബത്ത് ആയിരിക്കണം. 6 സംവത്സരം ജോലി ചെയ്താൽ 7-ാം സംവത്സരം സ്വസ്ഥതയുള്ള ശബത്തായിരിക്കണം. പിന്നെ 7 ശബത്താണ്ടായ 7 സംവത്സരം എണ്ണയണം. അങ്ങനെ 7 ശബത്താണ്ടായ 49 സംവത്സരം കഴിയണം. 50-ാം സംവത്സരത്തെ ശുദ്ധീകരിച്ച് ദേശത്തെല്ലായിടവും സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം. അത് നിങ്ങൾക്ക് യോബേൽ സംവത്സരമായിരിക്കണം. നിങ്ങൾ താന്താൻ്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണം. ഓരോരുത്തൻ താന്താൻ്റെ കുടുംബത്തിലേക്കും മടങ്ങിപ്പോകണം. ലേവ്യ പുസ്തകം 25-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ. 50-ാം സംവത്സരത്തെ യോബേൽ സംവത്സരം എന്ന് പറയുന്നു. ഈ സംവത്സരത്തിൽ നഷ്ടപ്പെട്ടവയെ വീണ്ടെടുക്കാം. ഈ വർഷത്തിൽ നഷ്ടപ്പെട്ടവയെ തിരിച്ചു കിട്ടും എന്ന് പറയുന്നു. എങ്കിലും ഇരട്ടി പങ്ക് ന്യായപ്രമാണം അനുവദിക്കുന്നില്ല. ഇന്നലകളിലെ നഷ്ടപ്പെട്ടവയെ തിരിച്ചെടുക്കാം എന്ന് മാത്രം. യേശു സകലത്തിലും ഇരട്ടിയായി അനുഗ്രഹങ്ങളെ വർഷിക്കുന്നു. കുടുംബത്തിലെ മൂത്ത പുത്രന്മാർക്ക് മാത്രം കിട്ടുന്ന ഒരു അവകാശമാണ് പിതാവിൻ്റെ ഓഹരിയിലുള്ള ഇരട്ടിപ്പങ്ക്. ന്യായപ്രമാണപ്രകാരം ആദ്യജാതന് 3 അവകാശങ്ങൾ ലഭിക്കും. 1 പിതാവിൻ്റെ ഓഹരിയിൽ ഇരട്ടിപ്പങ്ക്, 2 ഭരണകർത്താവ് എന്ന അധികാരം, 3 പൗരോഹിത്യ പദവി. ഈ 3 അധികാരങ്ങളും ഏശാവിന് ഉണ്ടായിരുന്നു. അവൻ വിശപ്പിന് വേണ്ടി അത് നഷ്ടപ്പെടുത്തി. യേശു നഷ്ടപ്പെട്ടു പോയവരെ തിരിച്ചു നൽകുക മാത്രമല്ല, ഇരട്ടിപ്പങ്കായി തിരിച്ചു നൽകുന്നു എന്ന് യെശയ്യാപ്രവാചകൻ ഘോഷിക്കുന്നു. നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്തെ ഇരട്ടി അവകാശം പ്രാപിക്കും. നിത്യാനന്ദം അവർക്ക് ഉണ്ടാകും. യെശയ്യാവ് 61:7 നാം എവിടെയാണോ പരിഹാസപാത്രമായത് അവിടെ ഇരട്ടിയായി ദൈവം മാനിക്കും. ഇതെങ്ങനെ സംഭവിക്കും? ഇത് സംഭവിക്കുന്നത് ദൈവകൃപയാലാണ്. ദാവീദ് നിന്ദാപാത്രം ആയവനാണ്. അപ്പനും അമ്മയും സഹോദരന്മാരും നിസ്സാരമായി എണ്ണിയവനാണ്. എന്നാൽ രാജസിംഹാസനത്തിൽ ഇരുത്തി ഇസ്രായേലിൻ്റെ ചെങ്കോൽ പിടിക്കുവാനുള്ള ദൈവകൃപ അവനിൽ ഉണ്ടായി. നോഹയ്ക്കും യേശുവിൻ്റെ മാതാവിനും ഈ കൃപ കിട്ടി. ഈ കൃപ നമുക്ക് ഇരട്ടി അവകാശം നൽകുന്നു. ഈ കൃപയാൽ നാം സ്വതന്ത്രരാകുന്നു. പാപം മാറുന്നു. രോഗസൗഖ്യം ലഭിക്കുന്നു. നിയമം കൊണ്ടും ന്യായപ്രമാണം കൊണ്ടും അസാധ്യമായത് ദൈവകൃപയാൽ ലഭിക്കുന്നു. യോശുവയ്ക്കും എലീശയ്ക്കും ഈ ഇരട്ടി പങ്ക് ലഭിച്ചു. കർത്താവായ യേശു ക്രിസ്തു ഈ മൺപാത്രങ്ങളിലേക്ക് ഈ കൃപയെ ഒഴുക്കിത്തരുന്നു. നമുക്ക് ലോകരുടെ മുൻപിലുണ്ടായ നാണം, നിന്ദ എന്നിവയെ മാറ്റുന്നു. സ്വർഗീയ രാജ്യത്തിൽ ഇരട്ടി പങ്ക് തന്നെ നമ്മെ നിത്യാനന്ദത്തിൽ ഇരുത്തുമെന്ന് ദൈവ വാഗ്ദത്തം. ഇത് ലഭിക്കുവാൻ ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. യേശുവിൻ്റെ പുത്രന്മാർ ആയി തീരണം. അവൻ്റെ പുത്രന്മാർ ആയി തീരണമെങ്കിൽ അവനെ ഉള്ളത്തിൽ വിശുദ്ധിയോടെ കൈക്കൊള്ളണം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം മക്കളാണെങ്കിൽ പിതാവിനുള്ള സകലത്തിലും നാം അവകാശികളാണ്.
നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. റോമാലേഖനം 8:17 ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com